എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു വാർത്തയായിട്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അഡ്വക്കേറ്റ് ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെയും മരണം വളരെ വേദനയോടെയായിരുന്നു നമ്മൾ കേട്ടത്. ഒരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ അവർ കുറേ പാടുപെട്ടു. ജിമ്മിയും കൂട്ടരും അതിന് കുറേ ശ്രമിച്ചിരുന്നു. എന്നാൽ ആ ശ്രമങ്ങളൊക്കെ ഇപ്പോൾ വിഫലമായി എന്ന് വേണം പറയാൻ. ആദ്യം തന്നെ നമ്മൾ വിചാരിച്ചിരുന്നു, എങ്ങനെയാണ് കൈ മുറിഞ്ഞ ഒരാൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുക, അതും 2 കുഞ്ഞുങ്ങളെ വെച്ചോണ്ട്. അത് വണ്ടി കരക്കി വെച്ചിട്ട് ആറ്റിലേക്ക് ചാടി എന്ന് പറയുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ബോഡി പൊങ്ങി വന്നു എന്നുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞു. അതോടൊപ്പം അവരുടെ ശരീരത്ത് മുറിവുകളുണ്ട്, പൊള്ളിയ പാടുണ്ട്. ഇതൊക്കെ എങ്ങനെ വന്നു എന്ന തരത്തിലൊക്കെ സംസാരിച്ചിരുന്നു. എന്നാൽ വരുന്ന വാർത്തകൾ നമ്മളെ നടുക്കുന്നതാണ്. ഗാർഹിക പീഡനം ഒരു കൊലപാതകത്തിൽ അവസാനിച്ചിരിക്കുകയാണ്. ജിമ്മിയും കൂട്ടരും ചേർന്ന് അറിഞ്ഞുകൊണ്ട് ജിസ്മോളെയും കുഞ്ഞുങ്ങളെയും കൊന്നതാണ്. ഇവർക്ക് എങ്ങനെ സാധിച്ചു? സ്വന്തം കുഞ്ഞുങ്ങളെ, പുള്ളി ജനിപ്പിച്ച കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കാൻ എങ്ങനെ പറ്റി, എങ്ങനെ സാധിച്ചു? ജിമ്മിയുടെയും വീട്ടുകാരുടെയൊക്കെ മനസ്സ് അത്ര ക്രൂര മനസ്സാണ്. അതുകൊണ്ടാണ് അവർക്ക് ഈ കുഞ്ഞുങ്ങളോട് പോലും ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്. ഈ 3 ഫോണുകളും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജിമ്മിയെയും ജിമ്മിയുടെ അപ്പൻ ജോസഫിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യൽ കാര്യങ്ങളൊക്കെ നടന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, നാട്ടുകാർ ഒന്നിച്ചെന്നുള്ള ഒരു സമരം ചെയ്തതിനെ കുറിച്ചാണ്. അതോടൊപ്പം ജിസ്മോളുടെ വീട്ടുകാർ മുഖ്യമന്ത്രിനെ കണ്ട് പരാതിപ്പെട്ടിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ പരാതി നൽകിയിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു നാട്ടുകാർ കൂടി ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ഇവർക്കെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്നു. അതായത് ഇവർക്കെതിരെ കേസ് എടുക്കണം, അല്ലെങ്കിൽ നടപടി എടുക്കണം. എന്തുകൊണ്ട് ഒരു സാധുവായ പെൺകുട്ടിയും 2 കുഞ്ഞുങ്ങളും മരിച്ചു, അതിനെതിരെ പോലീസ് എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന തരത്തിലൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ജിസ്മോളുടെ അമ്മായിയമ്മയും നാത്തൂനൊക്കെ ഇപ്പോൾ സേഫ് സോണിലാണ് നിൽക്കുന്നത്. ഫോണിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് ജിമ്മിയും ജിമ്മിയുടെ അപ്പനെ അറസ്റ്റ് ചെയ്തു. എന്നാൽ ഈ സഹോദരിക്കും അമ്മായിമ്മയ്ക്കും എതിരായ തക്കതായ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. പിന്നീട് ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മറ്റു പരിശോധന അടിസ്ഥാനത്തിൽ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ തെളിവുകൾ കണ്ടെടുത്തു കഴിഞ്ഞാൽ അവരുടെ അറസ്റ്റും ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ആരും ഗാർഹിക പീഡനത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് ചിന്തിക്കുമ്പോൾ വീട്ടുകാർ തന്നെ ഇവരെ കൊന്നുകളയും എന്ന് തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? അതൊക്കെ ഒരു അനീതിയാണ്. അപ്പം ഇവരെ മാതൃകപരമായി ശിക്ഷിക്കണം. ജിസ്മോളെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയവരെ തീർച്ചയായും ശിക്ഷിക്കണം. അത് അമ്മായിയമ്മയുടെ അസുഖം നോക്കേണ്ട കാര്യമില്ല, അമ്മായിയമ്മയുടെ പ്രായം നോക്കേണ്ട കാര്യമില്ല, അമ്മായിപ്പൻ്റെ പ്രായം നോക്കേണ്ട കാര്യമില്ല, അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഒന്നും പരിഗണിക്കേണ്ട കാര്യമില്ല. ഒരാളെ ഇല്ലായ്മ ചെയ്യുന്ന കൊലകുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തക്കതായ ശിക്ഷ അവർക്ക് കിട്ടണം. മറ്റു പെൺകുട്ടികൾക്ക് ഈ നാട്ടിൽ ജീവിക്കണം. ഗാർഹിക പീഡനം, ഈ സ്വർണത്തിൻ്റെ പണത്തിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിലുള്ള വർണ്ണ വിവേചനങ്ങൾ, ബോഡി ഷെയിമുകളൊന്നും ഇനി ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ പേരിൽ അവരെ മാനസികവും ശാരീരികമായി ഇവർ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. അതൊക്കെ അവർക്ക് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. എന്നിട്ടും അവർ സഹിച്ച് ആ വീട്ടിൽ തന്നെ ജീവിച്ചു. എന്നിട്ട് അവരുടെ ജീവൻ എടുക്കുന്നോളം വരെ അവരവിടെ നിന്ന്. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ചുള്ള വാർത്തകളൊന്ന് കേട്ട് നോക്കാം. ഏറ്റുമാനൂർ നേരിക്കാട് ഹൈക്കോടതി അഭിഭാഷക പെൺമക്കളുമായി ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവും ഭർത്തൃപിതാവും അറസ്റ്റിൽ. നേരിക്കാട് സ്വദേശി ജിമ്മിയും പിതാവ് ജോസഫുമാണ് അറസ്റ്റിലായത്. 3 ഫോണുകളാണ് ഏറ്റുമാനൂർ പോലീസ് പരിശോധിച്ചിരുന്നത്. ഈ 3 ഫോണുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ശക്തമായ തെളിവുകൾ ലഭിച്ചത്. മാനസികമായും ശാരീരികമായുള്ള പീഡനങ്ങളുടെയും ഗാർഹിക പീഡനത്തിന്റെയും ഒക്കെ ശക്തമായ ശബ്ദ സംഭാഷണങ്ങളാണ് തെളിവുകളായിരിക്കുന്നത്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജിമ്മിയെയും പിതാവ് ജോസഫിനെയുമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി വൈദ്യപരിശോധന പൂർത്തിയാക്കി മറ്റ് പോലീസ് നടപടികളൊക്കെ പൂർത്തിയാക്കി ശേഷം നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശക്തമായ പരാതിയുമായിരുന്നു ജിസ്മോളുടെ കുടുംബം മുന്നോട്ട് പോയിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് ഇന്നലെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രതികളെ എല്ലാം പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ സമരങ്ങളും നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് പോലീസിന്റെ നടപടി. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുടുംബത്തിന്റെ പരാതി ജിമ്മിക്കും പിതാവിനുമെതിരെ മാത്രമായിരുന്നില്ല, ജിമ്മിയുടെ അമ്മയ്ക്കും ജിമ്മിയുടെ സഹോദരിക്കുമെതിരെയാണ് പ്രധാനമായും പരാതി ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ ഇവർക്കെതിരെ ശക്തമായ തെളിവുകളൊന്നും അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ തക്ക തരത്തിലുള്ള ശക്തമായ തെളിവുകൾ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റുമാനൂർ പോലീസിന്റെ പക്ഷം. ഇക്കാര്യത്തിൽ ആ ഭാഗങ്ങളിലേക്കുമൊക്കെ വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. തെളിവുകൾ കിട്ടുന്നതിനനുസരിച്ച് നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റുമാനൂർ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും ജിസ്മോളും മക്കളായ 5 വയസ്സുകാരി നേഹയും 2 വയസ്സുകാരി നോറയും മരണപ്പെട്ട കേസിലാണ് ഇപ്പോൾ പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഒരു അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്ക് ഇതുപോലൊരു ഗതി വരാതിരിക്കട്ടെ. അവർക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പോവുക. സ്വന്തം വീട്ടിലും പോകാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും തൊഴിലൊക്കെ ചെയ്ത് നിങ്ങളുടെ മക്കളെ പോറ്റി വളർത്തി ജീവിക്കാൻ ശ്രമിക്കുക. ഇതുപോലുള്ള കെട്ട കുടുംബത്തിലാ ചെന്ന് പെട്ടതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മെൻ്റലി നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റാണത്. ഇവരെ കൊന്നു കളയത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കത്തക്ക രീതിയിൽ, ഇവരെ ഈ ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയത്തക്ക രീതിയിൽ ഇവരുടെ കുടുംബം പ്രവർത്തിച്ചല്ലോ. എത്ര നിഷ്ഠൂരമായൊരു കുടുംബമാണത്. അവർക്ക് എങ്ങനെ തോന്നി? അവരുടെ മരുമകളോടുള്ള കലി പോയിട്ട് സ്വന്തം മകനിലുണ്ടായ കുഞ്ഞുങ്ങളോട് പോലും ഇതുപോലൊരു ക്രൂരത ചെയ്യാൻ അവർക്ക് എങ്ങനെ തോന്നി? ആർക്കും ഇങ്ങനെ ഒരു ഗതി വരരുത് ഒരിക്കലും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കൂ. മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.